ത്രിയേക ദൈവത്തിനു സ്തുതി. ക്രിസ്തുയേശുവിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. പഴയ പരാജയങ്ങളുടെയും തെറ്റുകളുടെയും കാര്യങ്ങളെ ഓർത്ത് സ്വയം കുറ്റപ്പെടുത്തി നമ്മുടെ ജീവിതം എപ്പോഴെങ്കിലും മടുത്തുപോയിട്ടുണ്ടോ? നമ്മുടെ സ്വഭാവത്തിലും ചിന്തകളിലും ചെറിയ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടും വീണ്ടും പഴയ ആ മോശം ശീലങ്ങളിലേക്ക് തന്നെ നമ്മൾ വീണുപോകാറില്ലേ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പഴയ ജീവിതത്തെ വെറുതെ ഒന്ന് മിനുക്കിയെടുക്കുകയല്ല, പകരം നമ്മുടെ പഴയ സ്വത്വത്തെ, ആ ഓൾഡ് ഐഡന്റിറ്റി പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് എങ്ങനെ ഒരു പുതിയ മനുഷ്യനായി ജനിക്കാം എന്ന് പഠിപ്പിക്കുന്ന വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ 3:3 വചനം ഇപ്രകാരം പറയുന്നു: യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. മാറ്റങ്ങൾ വെറും ബാഹ്യമല്ല, അത് നമ്മുടെ ആന്തരിക സ്വഭാവത്തിൻ്റെ പൂർണ്ണമായ ഒരു തിരുത്തി എഴുത്താണ് എന്ന് വ്യക്തമാക്കുന്ന ശക്തമായ ഒരു പശ്ചാത്തലമാണിത്. യഹൂദന്മാരുടെ വലിയൊരു പ്രമാണിയും പണ്ഡിതനുമായിരുന്ന നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ രാത്രിയുടെ ഇരുട്ടിൽ രഹസ്യമായി യേശുവിനെ കാണാൻ വരുന്നതാണ് ഈ വചനത്തിന്റെ പശ്ചാത്തലം. അവൻ യേശുവിനെ പുകഴ്ത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ പുകഴ്ത്തുകൾക്ക് അപ്പുറം അവൻ്റെ ഉള്ളിലെ ശൂന്യത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കർത്താവ് ഈ വാക്കുകൾ അവനോട് പറയുന്നത്. നിക്കോദിമോസ്, നിന്റെ പദവികളോ പാണ്ഡിത്യമോ പഴയ ചിന്തകളോ നിന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കില്ല. നിനക്ക് കൂടുതൽ വിവരങ്ങളല്ല ആവശ്യം. നിന്റെ പഴയ ചിന്താഗതികളുടെ പൂർണ്ണമായ ഒരു പുനർജന്മമാണ് ആവശ്യം. പ്രിയ സഹോദരി സഹോദര, ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഒരു പുതിയ തുടക്കത്തിന് നമ്മുടെ പഴയ സ്വഭാവം മരിക്കണം. പുതിയതായി ജനിക്കുക എന്നാൽ ശരീരത്തിന്റെ ജനനമല്ല, അത് നമ്മുടെ ഹൃദയത്തിന്റെ മാറ്റമാണ്. യേശു ഇവിടെ പറയുന്നു, വീണ്ടും ശാരീരികമായി ജനിക്കുന്നതിനെ കുറിച്ചല്ല, അത് ആത്മീകമായി പുതുതായി ജനിക്കുക എന്നാണ്. അറിവ് മാത്രം പോരാ, ഹൃദയം മാറണം. ദൈവത്തെ അറിയാത്ത ജീവിതത്തിൽ നിന്ന് ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ജീവിതത്തിലേക്കുള്ള മാറ്റമാണ് ഇത്. ഒരു കമ്പ്യൂട്ടറിലെ പഴയ സോഫ്റ്റ്വെയർ മാറ്റി പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി മാറ്റിയെടുക്കുക. പഴയ പാപ ജീവിതം വിട്ട് പുതിയ വിശ്വാസ ജീവിതം ആരംഭിക്കുന്നതാണ് യഥാർത്ഥ പുതുജന്മം. വചനം തുടരുന്നു, ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകാതിരുന്നാൽ പുറം ലോകത്തെ വലിയ അവസരങ്ങളെ കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിയുകയില്ല. നമ്മുടെ ഉള്ളം മാറുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടും മാറും, ജീവിതം വിജയകരമായി മാറും. അതുകൊണ്ട് ഇനിയൊരു മടിയുടെ ആവശ്യമില്ല. പഴയ നമ്മെ ഉപേക്ഷിക്കുക, പുതിയൊരു മനുഷ്യനായി മുന്നേറുക. യേശുക്രിസ്തു ഇന്നും ഓരോരുത്തരെയും പുതിയ ജീവിതത്തിലേക്ക് വിളിക്കുന്നു. അവൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തെ പുതുക്കും. അവൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം തരും. ഈ വചനത്തിന്റെ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ എന്നും മുഴങ്ങും. കർത്താവ് നമ്മെ ആത്മീയ പുതുജീവനാലും സമാധാനത്താലും നിറയ്ക്കട്ടെ.